ഭിക്ഷയെടുത്ത് കോടീശ്വര പട്ടികയിൽ കയറിപ്പറ്റി ഭരത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള മൂന്നാമത്തെ രാജ്യമായി ഇന്ത്യ മുന്നേറുന്നതിനിടയിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. 40 വർഷമായി മുംബൈയിൽ ഭിക്ഷയെടുക്കുന്ന ഭരത് ജെയിന് 7.5 കോടിയുടെ സ്വത്തുണ്ടെന്നാണ് വിവരം. ലോകത്തിലെ ഏറ്റവും ധനികനായ യാചകൻ എന്ന പേരാണ് ഇതോടെ ഭരത് ജെയിൻ സ്വന്തമാക്കിയിരിക്കുന്നത്. മുംബൈയിലെ തിരക്കേറിയ തെരുവുകളുടെ ഹൃദയഭാഗമായ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽസിന്റെയും ആസാദ് മൈതാനത്തിന്റെയും ഇടയിൽ വർഷങ്ങളായി ഭിക്ഷയെടുത്ത് ജീവിക്കുകയാണ് ഭരത് ജെയിൻ. ഇന്ന് ഇയാൾക്ക് 7.5 കോടി രൂപയുടെ ആസ്തി ഉള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇടവേളകളില്ലാതെ ദിവസം 10 മുതൽ 12 മണിക്കൂർ വരെ ഇയാൾ ഭിക്ഷയെടുക്കും. ജോലി ചെയ്യുന്ന സ്ഥലത്തെ തിരക്കും ആളുകളുടെ ദയവും അനുസരിച്ച് ദിവസവും ശരാശരി 2000 രൂപ മുതൽ 2500 രൂപ വരെ സമ്പാദിക്കാനാകും. ഇതുമൂലം 60,000 രൂപ മുതൽ 75,000 രൂപ വരെയാണ് പ്രതിമാസ വരുമാനം. സർക്കാർ സ്വകാര്യ കമ്പനികളുടെ ജീവനക്കാരെ അത്ഭുതപ്പെടുത്തുന്ന ആസ്തിയുള്ള ഭരത് ജെയിന് പ്രതിമാസം 30,000 രൂപ വാടക ഇനത്തിൽ മാത്രം വരുമാനം നൽകുന്ന 2 കടകളുമുണ്ട്. മുംബൈയിലാകട്ടെ 1.4 കോടി വില മതിക്കുന്ന ഫ്ളാറ്റുകളും. ഭാര്യ, 2 ആൺമക്കൾ, പിതാവ്, സഹോദരൻ എന്നിവർക്കൊപ്പം ആ ഫ്ളാറ്റിലാണ് ജെയിന്റെ താമസം. കുടുംബാംഗങ്ങൾ നടത്തുന്ന സ്റ്റേഷനറി സ്റ്റോറിൽ നിന്നുള്ള വരുമാനം വേറെയും. ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപങ്ങളുമുണ്ട്. സാമ്പത്തികമായി വളരെ താഴ്ന്ന നിലയിലായിരുന്ന ഭരത് ജെയിൻ ഭിക്ഷാടനം വഴിയാണ് ഇതൊക്കെ സമ്പാദിച്ചിരിക്കുന്നത്. യാചകവേഷം ഉപേക്ഷിക്കാൻ കുടുംബാംഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെങ്കിലും ജെയിൻ അതിന് തയ്യാറല്ല. ഭിക്ഷയെടുക്കുന്നത് താൻ ആസ്വദിക്കുന്നുവെന്നും അത് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. താൻ ഒരു അത്യാഗ്രഹിയല്ല എന്നും ദാനശീലനാണെന്നും ജെയിൻ അവകാശപ്പെടുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ പോയി താൻ ദാനകർമ്മങ്ങൾ നടത്താറുണ്ടെന്നും പണം സംഭാവന നൽകാറുണ്ടെന്നുമാണ് ജെയിൻ പറയുന്നത്. ജെയിനെ പോലെ ഭിക്ഷാടനത്തിലൂടെ കോടീശ്വരന്മാരായ നിരവധി ആളുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നേരത്തെയും പുറത്തു വന്നിട്ടുണ്ട്. 1.5 കോടി രൂപ ആസ്തിയുള്ള സംഭാജി കാലെ, 1 കോടി രൂപ ആസ്തിയുള്ള ലക്ഷ്മിദാസ് എന്നിവരാണ് ഇതിനു മുമ്പ് വാർത്തയിൽ നിറഞ്ഞ കോടീശ്വരന്മാരായ ഭിക്ഷക്കാർ. 1.5 ലക്ഷം കോടി രൂപയാണ് ഒരു വ്യവസായം പോലെ വളർന്ന ഇന്ത്യയിലെ ഭിക്ഷാടനത്തിന്റെ ആകെ ആസ്തി മൂല്യം.